പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഴയില്ലാത്ത ഒരു പുലരിയാണ്. ജാലകച്ചില്ലിനിടയിലൂടെ എത്തി നോക്കുന്ന സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ. കിടക്കയിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷമാണ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുള്ളത്. ചില കമൻറ്റുകൾ മനസ്സിന് ഏറെ സന്തോഷം നൽകാറുണ്ട്. അതാണെങ്കിൽ യൂട്യൂബ് തരുന്ന വരുമാനത്തേക്കാൾ സന്തോഷവും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗ്ലോണിമ ചെടിയെക്കുറിച്ചാണ്. അഗ്ലോണിമ ചെടി നടുന്ന രീതിയും അതുപോലെ തന്നെ അതിൻ്റെ നനയും അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ചൈനീസ് എവർഗ്രീൻ പ്ലാന്റ് എന്നാണ് ഈ അഗ്ലോണിമ ചെടിയെ അറിയപ്പെടുന്നത്. മനോഹരമായ ഇലകളും വൈവിധ്യമാർന്ന കളറുകളുമുള്ള ഈ ഒരു ചെടി നമ്മുടെ ഗാർഡനിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകാൻ പറ്റിയ, ഈസിയായി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം കൂടിയാക്കി മാറ്റാൻ പറ്റിയ ചെടിയാണ് ഈ അഗ്ലോണിമ. വളരെയധികം വ്യത്യസ്തമായ രൂപങ്ങളിലും ഭാവങ്ങളിലും എല്ലാം അഗ്ലോണിമ ചെടി വിപണിയിൽ ലഭ്യമാണ്. 100 രൂപ മുതൽ 2000 രൂപ വരെ വിലയുള്ള അഗ്ലോണിമ ചെടികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അഗ്ലോണിമ ചെടി നടുന്നതിനായി നമ്മൾ നല്ല ദ്വാരമുള്ള ചട്ടികൾ തിരഞ്ഞെടുക്കുക. മണ്ണിൻ്റെ ചട്ടികളാവുമ്പോൾ ഒന്നുകൂടി ഈർപ്പം നിലനിൽക്കുന്നത് ഈ ഒരു ചെടിക്ക് വളരെ നല്ലതാണ്. ചെടി നടാനായി നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചട്ടിയിൽ നിറക്കുക. ചെറിയ തൈകൾ വെച്ചോ അല്ലെങ്കിൽ വലിയ തൈയിൽ നിന്നും പൊട്ടിച്ചെടുത്ത് വെള്ളത്തിലിട്ടോ മണ്ണിലിട്ടോ നമുക്ക് തൈ മുളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അഗ്ലോണിമ ചെടിയിലെ പല വ്യത്യസ്തങ്ങളായ ചെടികളെ പരിചയപ്പെടാം. നല്ല ഭംഗിയുള്ള ഓവൽ ഷേപ്പിലുള്ള ഇലകളുള്ള ഒരു ചെടിയാണ് ഈ ഒരു കളർ അഗ്ലോണിമ. ഈ ഒരു ചെടി അത്യാവശ്യം റേറ്റുള്ള ഒരു ചെടിയാണ്. അഗ്ലോണിമ ലിപ്സ്റ്റിക്കിനേക്കാളും ഒന്നുകൂടി ഭംഗിയാർന്നതും അതിനേക്കാൾ കൂടുതൽ വില വരുന്നതുമായ ഒരു ചെടിയാണ് ഈ ഒരു അഗ്ലോണിമ. ആഴ്ചയിൽ 2 ദിവസം മാത്രം അഗ്ലോണിമയ്ക്ക് നന കൊടുത്താൽ മതിയാവും. കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് നമ്മുടെ അഗ്ലോണിമ ചെടി വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതലല്ലാതെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നമ്മുടെ അഗ്ലോണിമ ചെടികൾ വളർത്തുന്നതാണ് ചെടിക്ക് ഏറ്റവും നല്ലത്. വെയിൽ കൂടിയാൽ ചെടിയുടെ ഇലകളൊക്കെ നശിച്ചു പോകാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ വെള്ളം കൂടിയാലും ചെടി ചീഞ്ഞു പോവാൻ ഇടയുണ്ട്. വെള്ളത്തിൽ വെച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് തണ്ട് മുഴുവനായിട്ട് വെള്ളത്തിൽ മുങ്ങാത്ത രീതിയിൽ 1/4 ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 1.5 ആഴ്ച കഴിയുന്ന സമയത്ത് വേര് വന്നു തുടങ്ങും. ആ സമയത്ത് തന്നെ നമുക്ക് മണ്ണിലേക്ക് എടുത്ത് നടാവുന്നതാണ്. ഇനിയുള്ള ഈ ഒരു ചെടിയാണ് അഗ്ലോണിമ ലിപ്സ്റ്റിക്. അഗ്രഭാഗം നല്ല ചുവപ്പും മധ്യത്തിലൂടെ ചുവന്ന വരയും ചുറ്റും ഗ്രീനും ചേർന്ന അതിമനോഹരമായ കളറാണ് അഗ്ലോണിമ ലിപ്സ്റ്റിക്കിനുള്ളത്. 100-150 രൂപ വരെ ഇതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റിന് വിപണിയിൽ വില വരുന്നുണ്ട്. ഈ ഒരു ചെടിക്ക് മറ്റുള്ള അഗ്ലോണിമ ചെടികളേക്കാൾ ഉപരി പെട്ടെന്ന് തൈകൾ പൊട്ടി വരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അഗ്ലോണിമ ചെടിയെ നമുക്ക് ഇൻഡോറായും വളർത്തിയെടുക്കാൻ പറ്റും. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കളറും ഇലയും ഒക്കെയാണ് ഈ ഒരു ചെടിക്കുള്ളത്. നല്ല വെളുത്ത തണ്ടുകളും കടുത്ത ഗ്രീൻ കളറുമുള്ള ഒരു ചെടിയാണിത്. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി ഫുള്ളായിട്ട് ഗ്രീൻ കളറുള്ള ഒരു അഗ്ലോണിമയാണ് അഗ്ലോണിമ സിൽവർ. നല്ല സ്ട്രോങ് ആയ ലീഫും അതുപോലെ തന്നെ സ്ട്രോങ് ആയ സ്റ്റെമ്മുമാണ് ഈ ഒരു
ഗ്രീൻ കളർ അഗ്ലോണിമയുടെ പ്രത്യേകത. അഗ്ലോണിമ ചെടിക്ക് മാസത്തിലൊരിക്കൽ നമുക്ക് വളം ചെയ്തു കൊടുക്കാം. അതിനായി നമുക്ക് വെജിറ്റബിൾ വേസ്റ്റോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ യൂസ് ചെയ്യാം. എല്ലുപൊടിയെയും നമുക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. ഓവർ വാട്ടറിങ്ങും ഓവർ സൺലൈറ്റും ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അഗ്ലോണിമ ചെടികൾ വളർത്തിയെടുക്കാനും അതിലൂടെ തന്നെ നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കുവാനും ഒക്കെ പറ്റുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ. അഗ്ലോണിമ ചെടി ഈസിയായി പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള നഴ്സറികളിലേക്ക് നമുക്കും വിൽപ്പന നടത്താം. ഇന്ന് അത്രയും ആവശ്യക്കാർ ഉള്ള ഒരു വിപണിയാണ് അഗ്ലോണിമയുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടമ്മമാരും ഈ ഒരു ചെടിയെ വളർത്താനും അതിലൂടെ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുക. അതൊന്നുമില്ലെങ്കിലും നമ്മുടെ ഗാർഡന് ഏറ്റവും കൂടുതൽ ഭംഗി തരുന്ന ഒരു ചെടി തന്നെയാണ് അഗ്ലോണിമ. എന്തായാലും അഗ്ലോണിമയെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.